ഇത് നമ്മളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അടുത്ത സൺഡേ വരുമ്പോൾ അച്ഛനും കൊച്ചനും ഇവിടെ കാണാൻ പറ്റും. ഐ തിങ്ക് ദേ ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് us. ഞാനൊരു ചെറിയ അച്ഛന്റെ പ്രസംഗം പോലെ കൊച്ചമ്മയുടെ പ്രസംഗം നല്ലതാണ് എല്ലാവർക്കും അറിയാം. ഞാൻ സാധാരണ വലിയ മാനേജ്മെന്റ് കോച്ച്, ഐ ഡോണ്ട് സീ വാട്ട് ദേ സ്പീക്ക്, ഐ ഒബ്സർവ് വാട്ട് ഈസ് ദ പാറ്റേൺ, അവരെങ്ങനെ ബിഹേവ് ചെയ്യും. ഞാനൊരു ചെറിയൊരു കഥ പറയുന്നത് ആ മെസ്സേജ് അവരെ പറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരു 3 കൊതുകിന്റെ കഥയ്ക്ക് 3 കൊതുക് പടിയിൽ വന്നു. ഞാൻ ഓരോരുത്തരുടെ ബ്ലഡൊക്കെ സക്ക് ചെയ്തു. ഇത് ഫീമെയിൽ കൊതുക്. അവര് അച്ഛനും കൊച്ചമ്മയുടെ പ്രസംഗം കേട്ടു. പിന്നെ വെളിയിൽ പോയി നോക്കി അവരുടെ എങ്ങനെയുള്ള ഇടപെടുന്ന രീതി. അപ്പൊ നല്ല രീതിയിൽ ഇടപെടുന്നു. ഈ കൊതുകുകള് എന്റെ പള്ളി കയറി ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പള്ളി നല്ലതായിട്ട് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വേറെ ഒരാള് ഇനി ഇതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ അച്ഛനും കൊച്ചനും എങ്ങനെ ഉണ്ടെന്ന് അവർ പാസറേജിൽ പോയി നോക്കി. 3 ദിവസം ക്ലോസ്ലി ഒബ്സർവ് ചെയ്തപ്പോൾ അതേ സെയിം രീതിയിലാണ് അവിടെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അവര് 3 പേരും കൂടെ ഡിസ്കസ് ചെയ്തു, നമ്മുടെ അച്ഛന്റെയും കൊച്ചമ്മയുടെയും ബ്ലഡ് ഇച്ചിരി സക്ക് ചെയ്താലോ വളരെ പാപമാണ്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അവർക്ക് ടെംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ കൊതുക്, ഇത് 3 ഫീമെയിൽ കൊതുക്. ഡോക്ടേഴ്സ് അറിയാം ഓൺലി ഫീമെയിൽസ് ആർ ദ ബ്ലഡ്. അപ്പൊ ഒന്നിന്റെ പേര് മറിയാമ്മ, ഒന്ന് ശോശാമ്മ, ഒന്ന് കുഞ്ഞമ്മ. അപ്പൊ മറിയാമ്മ പറഞ്ഞു ഞാൻ അച്ഛന്റെ ബ്ലഡ് സക്ക് ചെയ്യും, മറ്റേ കുഞ്ഞമ്മ പറഞ്ഞു ഞാൻ കൊച്ചമ്മയുടെ, ശോശാമ്മ പറഞ്ഞു ഞങ്ങൾ 2 പേരുടെയും കൂടെ സക്ക് ചെയ്യും വെച്ചിരിച്ചിട്ട്. ഇപ്പൊ രാത്രി ഉറങ്ങിയപ്പം അവർ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ നേരത്ത് അച്ഛന്റെ മൂക്കിൽ പോയി നോക്കി ഉറങ്ങി വന്ന ഒരു ചെറിയ പാട്ടൊക്കെ പാടി. അപ്പൊ ഉറങ്ങിയത് കൺഫേം ആയപ്പോ ചെറിയ ബ്ലഡ് സക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് അച്ഛൻ ഉണർന്നു. സാധാരണയാണെങ്കിൽ നമ്മള് വല്ല കുഷിനെടുത്ത് അടിച്ച് കൊല്ലാൻ തോന്നും. അച്ഛൻ ആ കൊതിനോട് പറഞ്ഞു നിനക്ക് എത്രയും ബ്ലഡ് കുടിക്കണം അത്രയും കുടിച്ചു, എന്റെ അകത്ത് 6 ലിറ്റർ ബ്ലഡ് ഉണ്ട്, പക്ഷെ ദയവ് ചെയ്ത് ഞങ്ങളുടെ പള്ളിക്കാരുടെ ആരുടെയും രക്തം കുടിച്ചു പോയെങ്കിലും. ആ കൊതുക് മനസ്സാന്തരപ്പെട്ട് അതുകൊണ്ട് അന്ന് മുതൽ സൺഡേ സ്കൂൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കൊതുക് കൊച്ചമ്മയുടെ ബ്ലഡ് സക്ക് ചെയ്തപ്പം കൊച്ചമ്മയെ ഉണർന്നു. കൊച്ചമ്മ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ മുട്ടയിടുന്നതിന് മുമ്പേ യൂണിറ്റ് പ്രോട്ടീൻ കൗൺസിലിംഗ് ചെയ്തു. ഞാനൊരു കാര്യം ചെയ്യാം, അടുക്കളയിൽ പോയി ഐ ഗിവ് യു മോർ ബാലൻസ് ഫുഡ്. ഇത് എത്ര ചോര കുടിക്കാൻ പിടിച്ചു. പിന്നെ കൊച്ചമ്മ അടുക്കളയിൽ പോയി അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം എല്ലാ ആഹാരം എല്ലാ മൾട്ടിവിറ്റാമിനുകളും കൂടി അതിന് ചോദിച്ചു. എന്നെ എപ്പോ വിഷമിക്കുന്ന എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാൻ തുടങ്ങി. അപ്പൊ അതും പിന്നെ വെളി വന്നിട്ട് സോഷ്യൽ വർക്ക് തുടങ്ങി. 3ാമത്തെ കൊതുക് 2 പേരുടെ ഇച്ചിരി ബ്ലഡ് കുടിച്ചു. അതിപ്പോ പറഞ്ഞിരിക്കുന്നത് അതൊരു പുതിയ സഭ, ജോലി പോലെ സഭ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ വർക്ക്, പിന്നെ ഹോസ്പിറ്റല്, അങ്ങനെ പല പരിപാടികളും. ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് അറിയിക്കുന്നത് അവരുടെ സഭയുടെ തിരുമേനിയും ആ പർട്ടിക്കുലർ ഫസ്റ്റ് ലീഡ് തിരുമേനി ആ 3ാമത്തെ തങ്കപ്പയാണ് വട്ടവർ നിയമായിട്ടുള്ളത്. ഇതൊരു കഥയായിരിക്കാം, പക്ഷെ എന്നെ പോലെ പല കൊതുകുകളും, ഞാൻ കൊതുകെന്ന് പറഞ്ഞ എന്നെ കൊതുകെന്ന് പറയുന്നത് when I talk in front of him, spirituality wise they are veil, blue veil. ഞാൻ എന്റെ സ്പിരിച്വാലിറ്റി കൊതുകുണ്ടി. 1 വർഷം കൊണ്ട് എന്നെ പോലെ പല കൊതുകുകൾക്കും ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. One more thing I would like to tell about the leadership of both of them. ഞാൻ രണ്ടുപേരും എടുത്തു പറയുന്നില്ല. They are following servant leadership. Servant leadership we can see only Jesus. Jesus അവരുടെ ഡിസൈപ്പിളിന്റെ കാല് കെട്ടിയതുപോലെ അവര് they don't like others to serve them, they like to serve others. നമ്മുടെ ഏത് തിരുമേനിമാരും ഏത് അച്ഛന്മാരെ നോക്കിയാലും അവർക്ക് അവരെ സെർവ് ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹം. അവർക്ക് ആൾക്കാരെ സെർവ് ചെയ്യണമെന്ന് ചുരുക്കം കൊച്ചമ്മമാരേ ഉള്ളൂ. അപ്പം അതൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. പിന്നെ ഇവരുടെ ലീഡർഷിപ്പിനെ പറ്റി പറയാണെങ്കിൽ they are elite leaders. You know that elite is above everything. When elite has a full form. I'll just tell the full form in short. Elite is empowering. നമ്മുടെ ഓരോ ആൾക്കാരെയും എംപവറിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 40ാം വെള്ളിയാഴ്ച ഇവിടെ പ്രസംഗിച്ചത് പോലെ എനിക്ക് അത്ഭുതമാണ്, എന്നെ അറിയുന്ന ആൾക്കാർക്കും അത്ഭുതമാണ്. So he has empowered and even given opportunity to our daughter Nitu also. Second thing, L, loving. L stands for loving. നമുക്കറിയാം നമ്മൾ
നമുക്ക് എത്രയും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഇത്രയും ലവ് ഒരു കൊച്ചമ്മയോ ഒരച്ഛനും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. സെക്കൻഡ് തിങ്, they were inspiration. They were inspiration from their deeds, what they are doing. Not പ്രസംഗിക്കുന്ന പല അച്ഛന്മാർ നല്ലത് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തി അല്ലെങ്കിൽ പാറ്റേൺ ഈസ് ടോക്കിംഗ് സംതിങ് ഡിഫറെന്റ്. ട്രസ്റ്റ് കൊണ്ട് നമ്മുടെ എന്തും പ്രയാസമുണ്ടെങ്കിലും അച്ഛനോട് കൊച്ചമ്മയോട് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിലും കൗൺസിലിംഗിലും ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് വെച്ചിട്ട് ആരും അറിയാതെ നമുക്ക് ചേഞ്ചസ് വരുന്ന പല അങ്ങനത്തെ കേസസ് അറിയാം. പിന്നെ they are exemplary. Last key, exemplary പറഞ്ഞാൽ മാതൃകയാണ്. They are showing, see, a leader is someone who knows the way, shows the way. So they were doing that. So they are true leaders basically. They are elegant benchmark. ഞങ്ങളുടെ വാട്സപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, സാധാരണ അച്ഛന്മാര് ബെഞ്ച്മാർക്ക് ഉണ്ടായിരുന്നു. ഇത്ര നല്ല അച്ഛനല്ല, ഇത്ര നല്ല കൊച്ചമ്മയായിരുന്നു. They have raised the benchmark to much bigger level. So I call it an elegant benchmark. Elegant പറഞ്ഞാൽ basically excellence, leadership. I already told you servant leadership. Both of them have empathy. സഹായത്തിന്റെ ഭൂമി അവർ രണ്ടുപേർക്കുണ്ട്. Guidance. Even ഞങ്ങളുടെ മോൻ അബ്രോഡ് ആൻഡ് നീതു, they are staying in Bangalore. Regularly they are calling them. They ensure that they are in the right path and they are with the counseling prior to marriage also. നർച്ചറിങ്, ഓരോ ചെറിയ കൊതുകുകൾ ഏറ്റവും കൊതുകുകളൊക്കെ ഓരോരുത്തരെയും നർച്ചറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീം വർക്ക്. എനിക്ക് തോന്നുന്നില്ല മർത്തോമയിൽ ഇതുപോലൊരു ടീം, ഇത്രയും നല്ലൊരു അച്ഛനും കൊച്ചമ്മയും എനിക്കുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബോർഡിൽ നമുക്ക് അച്ഛന്മാരുടെ പേര് വേണം, പക്ഷെ ഈ അച്ഛന്റെ പേര് നോക്കാതെ